ഇവരെ കുറിച്ച് അറിഞ്ഞുകൂടാ, ഇവരാരാന്ന് പറഞ്ഞുകൂടാ. ഇവരെ ഞാനങ്ങനെ പേഴ്സണലി കണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ്. പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് സെൽഫി എടുക്കാറുണ്ട്. അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ അടുത്ത് സെൽഫി, അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ്. അല്ലാതെ ഉള്ള ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന പെൺകുട്ടിയായിട്ട് എനിക്കില്ല. നിവിൻ പോളിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഒരു യുവതി ഉന്നയിച്ചപ്പോൾ നിവിൻ പോളി വാർത്താ സമ്മേളനം നടത്തി പത്രക്കാരുടെ മുമ്പാകെ അദ്ദേഹത്തിന്റെ കാര്യം നിരപരാധിത്വം വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ഏമാ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണല്ലോ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളെ അടക്കം ഒരുപാട് പേരെ പിടിച്ചു കുലുക്കിയത്. സത്യത്തിൽ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ വനിതാ സംഘടനകൾക്ക് പോലും സംശയങ്ങൾ വന്നിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു യുവതിയോട്, അതായത് ആരോപണം ഉന്നയിച്ച ഒരു നടിയോട് പത്രക്കാർ ചോദിച്ചു ഇതിനെന്താണ് തെളിവെന്ന് ചോദിച്ചപ്പോൾ ആ നടി കൊടുത്ത മറുപടി സ്ത്രീകൾ പറയുന്നതാണല്ലോ ഏറ്റവും വലിയ തെളിവ് എന്നതാണ്. അതായത് ഒരു സ്ത്രീ ഒരു പുരുഷനിക്കെതിരെ എന്താണ് പറയുന്നത് അത് കണ്ണടച്ച് വിശ്വസിക്കണം. അതാണ് ആ നടി പറഞ്ഞതിന്റെ വ്യക്തത. അതായത് ആ പുരുഷൻ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ പുരുഷനായിട്ടുള്ള ബന്ധങ്ങളോ ഒന്നും വേണ്ട. ഇപ്പൊ വ്യക്തിവൈരാഗ്യം തീർക്കാനോ അല്ലെങ്കിൽ കാശിന് വേണ്ടി കാശ് തട്ടാനും ഹണി ട്രാപ്പ് പോലെയുള്ള സംഭവങ്ങൾക്കൊക്കെ ചിലവർ ഇത്തരം കാര്യങ്ങൾക്ക് ദുരുപയോഗപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു സ്ത്രീ എന്താണ് പറയുന്നത് അതാണ് ഏറ്റവും വലിയ തെളിവെന്നാണ് ആ നടി കൊടുത്ത മറുപടി. ഇതൊക്കെ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവൂലേ ഇതിന്റെ പിന്നിൽ എന്താണെന്നുള്ള കാര്യം. തെറ്റ് ചെയ്തവർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. പക്ഷെ തെറ്റ് ചെയ്യാതെ വരെ ഏതെങ്കിലും തരത്തിൽ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അവസരങ്ങൾ കൊടുക്കാതിന്റെ പേരിലോ എങ്ങനെങ്കിലും തരത്തിൽ വ്യക്തിഹത്യ ചെയ്യുന്ന ഇത്തരം സ്ത്രീകളെയും നിയമപരമായിട്ട് ശിക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ നിവിൻ പോളിനെതിരെ ഇങ്ങനെയുള്ള ഒരു ആരോപണവുമായി വന്ന യുവതി ആദ്യം പോലീസിന് കൊടുത്ത മൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിവിൻ പോളി ദുബൈയിൽ വെച്ച് റൂമിൽ വെച്ച് തന്നെ ആക്രമിച്ചു എന്നതാണ്. പിന്നീടാണ് അതൊരു പീഡനത്തിന്റെ രീതിയിലേക്ക് മാറിയത്. പീഡനം എന്ന് പറയുമ്പോഴേക്കാണല്ലോ അതിനൊരു ഒരു മസാലകൾ ചേർക്കപ്പെടുന്നത്. അപ്പൊ മസാലകൾ ചേർക്കപ്പെടുമ്പോഴാണല്ലോ മാധ്യമങ്ങൾ അത് കൊട്ടിയാഘോഷിക്കാൻ, പ്രത്യേകിച്ച് നിവിൻ പോളിനെ പോലുള്ള ഒരു നടനെതിരെ. ആരോപണം ഉന്നയിച്ച യുവതിയെ റിപ്പോർട്ടർ ചാനലിലെ അരുൺ കുമാർ എന്ന വാർത്താ അവതാരകൻ പിന്നീട് അദ്ദേഹത്തെ ഒരു വിശദീകരണം ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടിയുമൊക്കെ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായിരിക്കുകയാണല്ലോ. അതായത് നിവിൻ പോളിനെതിരെ പരാതി കൊടുത്ത യുവതി തന്നെ റിപ്പോർട്ടർ ചാനലിലെ അരുൺ കുമാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് എത്രത്തോളം അവ്യക്തമായിട്ടുള്ള മറുപടിയാണെന്ന് കൊടുത്തത് എന്നുള്ളത് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നിവിൻ പോൾ ഇവിടെ തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് കോടതിയാണ്. പക്ഷെ പ്രത്യക്ഷത്തിൽ ഈ യുവതി നിവിൻ പോളിനെതിരെ കൊടുത്ത കേസ് വെറും കെട്ടിച്ചമച്ച കഥയാണെന്നുള്ള കാര്യം സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവർക്ക് ബോധ്യമാകും. കാരണം ആ യുവതി റിപ്പോർട്ടർ ചാനലിൽ അരുൺ കുമാറിന് കൊടുത്ത മറുപടിയും ഇപ്പോൾ നിവിൻ പോളി തന്നെ ഈ ഇത്തരം ചങ്കൂറ്റത്തോടു കൂടി മാധ്യമങ്ങൾ മുമ്പാകെ വന്നിട്ടുള്ള വിശദീകരണമൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ തോന്നുന്നത്. ഇവിടെ സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ട നിയമം ചില സ്ത്രീകൾ ദുരുപയോഗപ്പെടുത്തുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം സംഭവങ്ങൾ. അതായത് 10 വർഷങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ 20 വർഷങ്ങൾക്ക് മുമ്പൊക്കെ നടന്ന സംഭവങ്ങളെ പിന്നീട് പരാതിയുമായി വരുന്നത്. ഇവിടെ ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അല്ല അനുവാദമില്ലാതെ ഒരു പുരുഷനിക്ക് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ നടത്താനോ മറ്റോ ചെയ്യാൻ കഴിയില്ല. മറിച്ച് ആ സ്ത്രീയുടെ സമ്മതമില്ലാതെ. ഇവിടെ പല സംഭവങ്ങളും നടക്കുന്നത് ഉഭയകക്ഷി പ്രകാരമാണ്. ഉഭയകക്ഷി പ്രകാരം രണ്ടുപേരും താല്പര്യപ്പെട്ട് നടത്തിയ പല കാര്യങ്ങളും പിന്നീട് പീഡനമായി മാറുന്നത് ഇത്തരം നിയമങ്ങളെ ദുരുപയോഗപ്പെടുത്താനുള്ള ഒരു പോവഴിയായിട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഇത്തരം ആരോപണവുമായി കള്ളാരോപണവുമായിട്ട് വരുന്ന സ്ത്രീകളെ തീർച്ചയായിട്ടും മാതൃകപരമായിട്ട് ശിക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ പുരുഷന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് പോവുക.